അച്ഛൻ്റെ ശിഷ്യതയിൽ കഥകളി അഭ്യസിച്ച രണ്ട് മക്കൾ. ഇന്ന് മുതിർന്ന ആൾ കല്യാണ സൗഗന്ധികത്തിലെ ഹനുമാനായി വേദി തകർക്കുമ്പോൾ ഇളയ ആൾ സംഗീതത്തിലെ കൊട്ട് കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. ഒരു വേറിട്ട കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അച്ഛൻ്റെ ശിഷ്യതയിൽ പഠിച്ച രണ്ട് മക്കളും മികച്ച രീതിയിൽ തന്നെ കഥകളിയിലെ താരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. മോനെ പേരെന്താ? പ്രയാഗ്. എവിടുന്ന് വരുന്നു? ഷൊർണൂരാണ് സ്ഥലം, കലാമണ്ഡലത്തിലാണ് താമസം. അപ്പോൾ അഭിമാനം തോന്നുന്നൊരു നിമിഷമാണ് ഇന്നല്ലേ? ചേട്ടൻ കളിക്കാൻ പോകുന്നു, മോൻ സംഗീതത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നു. അത്തരത്തിൽ ഈ നിമിഷം എത്രത്തോളം അഭിമാനമാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഏട്ടൻ്റെ കളിക്ക് ഞാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. അത് വളരെ അഭിമാനകരമായിട്ട് തന്നെയാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. രണ്ടുപേരും കഥകളി ചെറുപ്രായം മുതൽ അഭ്യസിച്ചു വന്നവരാണ്. 5ാം വയസ്സിൽ കഥകളിയുടെ അരങ്ങേറ്റവും കഴിഞ്ഞു. ആ ചെറുപ്രായത്തിൽ തന്നെ ഇത് അഭ്യസിക്കാനുണ്ടായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ കൂടെ ഓരോ പരിപാടികൾക്ക് പോകുമ്പോഴും അച്ഛൻ കളിക്കുന്ന കണ്ടൊരു അതിലോട്ടൊരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ചെറുപ്പത്തിലേ പഠിക്കാൻ തുടങ്ങി അച്ഛൻ്റെ അടുത്ത്. അങ്ങനെ ചെറുപ്പത്തിൽ അരങ്ങേറ്റം കഴിഞ്ഞു. അപ്പോൾ അച്ഛനും ചേട്ടനും കഥകളിയിലേക്ക് ഓൾറെഡി പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി മോൻ്റെ വരവ് എന്നാണ്? കഥകളിയുടെ വേദിയിലേക്കൊരു ആട്ടക്കഥയുടെ കഥയുമായിട്ട് എന്നാണ് ഇനി വേദിയിലേക്ക് എത്തുന്നത്? ഈ കലോത്സവത്തിൻ്റെ വേദിയിലേക്കാണോ? ഞാനിപ്പോൾ 7ാം ക്ലാസ്സിലാണ്. UP-യിൽ കഥകളി ജില്ല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി 8ാം ക്ലാസ്സിൽ വരുന്നതാണ്. രണ്ട് മക്കളും ഒരുപോലെ അച്ഛൻ്റെ കലാരൂപത്തെ അതേപോലെ പിൻപറ്റി അവർ രണ്ടുപേരും ഇന്ന് വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മൂത്ത മകൻ സംസ്ഥാന കലോത്സവ വേദിയിൽ എത്തിച്ചേർന്നു. ഇതിനെക്കുറിച്ചൊരു അഭിമാന നിമിഷമാണിന്ന്. അതിനെക്കുറിച്ച് ഒരു അച്ഛൻ എന്ന നിലയിൽ മക്കളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവർ ആദ്യമായിട്ടല്ല വേദിയിൽ, കലോത്സവ വേദിയിലും ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. സബ് ജില്ലയും ജില്ലയൊക്കെ ഇതേപോലെ തന്നെ ആയിരുന്നു. ചെറിയ ആൾ കൊട്ടുക, വലിയ ആൾ കളിക്കുക, അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് വേദിയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വേദിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കലോത്സവ വേദിയെക്കുറിച്ചാണെങ്കിൽ ഒരു സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഇവർക്ക് തന്നെ ആയിരുന്നു ഫസ്റ്റ്. ഇപ്പം ഈ വർഷം എങ്ങനെ ഉണ്ടാവുകയെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു നിമിഷത്തിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ ശിഷ്യതയിൽ നിന്നുകൊണ്ടാണ് രണ്ട് മക്കളും കഥകളിയിൽ ഇത്രത്തോളം മികച്ചു വന്നിരിക്കുന്നത്. അപ്പം ഒരു അഭിമാനം ഉണ്ടാകുമല്ലോ. ആ ഒരു അഭിമാന നിമിഷത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അഭിമാനമുണ്ട് തീർച്ചയായിട്ടും. കാരണം സാധാരണഗതിയിൽ വളരെ അപൂർവമായിട്ടാണ് കഥകളി കലാകാരന്മാരുടെ മക്കൾ വീണ്ടും കഥകളിക്കാരാവുക എന്നുള്ളത് വളരെ അപൂർവമാണ്. തീരെ ഇല്ല എന്നല്ല പറഞ്ഞു, ഒരുപാടുണ്ട്. പക്ഷേ നമ്മുടെ കൂടെ തന്നെ അവരും ഈ കല പഠിക്കണു എന്നുള്ളതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. മാത്രമല്ല എൻ്റെ മോഹം അവരെ നല്ലൊരു കഥകളിക്കാരും കൂടി ആക്കണം എന്നാണ്. വെറും ഒരു കഥകളിക്കാരനല്ല, ഒരു കഥകളിക്കാരന് കൂടി ആക്കണം എന്നാണ് മോഹം.